നിശാഗന്ധിയിൽ നിറഞ്ഞാടി ശോഭന. ഉത്സവലഹരിയിൽ തിരുവനന്തപുരം. കേരളത്തിന്റെ സാംസ്കാരിക തനിമയും പൈതൃകവും വിളിച്ചോതുന്ന ഓണം ടൂറിസം വാരാഘോഷത്തിന് തലസ്ഥാനത്ത് തുടക്കം. ഒരാഴ്ചയോളം നീളുന്ന കലാവിരുന്നും വൈദ്യുത ദീപാലങ്കാരങ്ങളും നിറങ്ങളും തിക്കും തിരക്കുമായി തലസ്ഥാന നഗരി കടന്നതോടെ ജനങ്ങളും ഓണാവേശത്തിലായി. തിങ്കളാഴ്ച വൈകിട്ട് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഓണം ടൂറിസം വാരാഘോഷം ഉദ്ഘാടനം ചെയ്തു. കെ. മുരളീധരൻ അധ്യക്ഷനായിരുന്നു. സാംസ്കാരിക വകുപ്പ് മന്ത്രി പി.സി. വിഷ്ണുനാഥ് സ്വാഗത പ്രസംഗം നടത്തി. കേരളത്തെ ലോകത്തിന്റെ ടൂറിസം ഡെസ്റ്റിനേഷനാക്കി മാറ്റുന്നതിന് വേണ്ടതെല്ലാം സർക്കാർ തുടക്കമിടുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. കായൽ, കടൽ, നദികൾ തുടങ്ങിയവയെ സംയോജിപ്പിച്ച് ഇന്റഗ്രേറ്റഡ് ടൂറിസം നടപ്പാക്കുമെന്നും ലോകത്തിനു മുന്നിൽ കേരളത്തെ പ്രദർശിപ്പിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നടൻ കുഞ്ചാക്കോ ബോബൻ വിശിഷ്ടാതിഥിയായി. ഗതാഗത മന്ത്രി സി.പി. ജോൺ, ശശി തരൂർ എം.പി, മേയർ വി. രാജേഷ്, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു. കാൽച്ചിലങ്കകൾ കൊണ്ട് കുറുമ്പ് കാട്ടിയ മനോഹര നൃത്തവിന്യാസവുമായി പത്മശ്രീ ശോഭന തിരുവനന്തപുരം പ്രേക്ഷകരുടെ ഇടനെഞ്ചിൽ ചേക്കേറിയപ്പോൾ 2026 ഓണാഘോഷവേദികൾ കൂടുതൽ ശോഭ വിതറി. സരസ്വതി ദേവി സ്തുതിയോടെയാണ് ശോഭന നൃത്തം ആരംഭിച്ചത്. താള, ലാസ്യ, ലയന, ചലന ഭംഗികൾ കൊണ്ട് സദസ്സിന്റെ മനം കവർന്ന പ്രകടനം വാരാഘോഷത്തിന്റെ പ്രധാന ആകർഷണമായിരുന്നു. ഭരതനാട്യത്തിന്റെ പുരാതന ആവിഷ്കാര രീതിയായ മല്ലാരിയിലാണ് ശോഭനയുടെയും സംഘത്തിന്റെയും നൃത്തം ആരംഭിച്ചത്. കാളി കവചം, അനന്ത നർത്തന ഗണപതി, അലർഷ പരിതാപം, അഷ്ടപതി, തില്ലാന, അന്നപൂർണ അഷ്ടകം തുടങ്ങിയ നൃത്താവിഷ്കാരങ്ങളാണ് ശോഭനയും സംഘവും അവതരിപ്പിച്ചത്. സ്വാതി തിരുനാളിന്റെ ശൃംഗാര പദത്തിന്റെ ആവിഷ്കാരം കാണികളെ ഏറെ ആകർഷിച്ചു. ധർമ്മത്തെ രക്ഷിക്കാനുള്ള മത്സ്യ, കൂർമ്മ, വരാഹ അവതാരങ്ങളുടെ അവതരണവും കാണികളുടെ കയ്യടി നേടി. അതിനുശേഷം കെ.എസ്. ഹരിശങ്കറിന്റെ ലൈവ് മ്യൂസിക് ബാൻഡ് അവതരണവും അരങ്ങേറി. ഓണത്തിന്റെ വർണ്ണപ്പകിട്ടും ആഘോഷവുമായി തലസ്ഥാന നഗരം ഉത്സവലഹരിയിൽ ആറാടുകയാണ്. ഉത്സവനാളുകളിൽ നഗരവീഥികൾ വർണ്ണവെളിച്ചത്തിൽ പ്രഭാപൂരിതമാണ്. പ്രശസ്ത ഗായക നിരകൾ നിശാഗന്ധിയെ ത്രസിപ്പിക്കാൻ എത്തുന്നതിനോടൊപ്പം കനകക്കുന്ന് ഗേറ്റിൽ വാദ്യമേളങ്ങളും സൂര്യകാന്തിയിൽ ഫ്യൂഷൻ ഗാനമേള പരിപാടികളും അരങ്ങേറുന്നു. കനകക്കുന്നിൽ തന്നെ ഒരുക്കിയിട്ടുള്ള തിരുവരങ്ങ്, സോപാനം വേദികളിലും നാടൻ കലാരൂപങ്ങൾ അവതരിപ്പിച്ചു. സെൻട്രൽ സ്റ്റേഡിയം, പൂജപ്പുര മൈതാനം തുടങ്ങിയിടങ്ങളിലും പരിപാടികൾ അരങ്ങേറുന്നു. ഓഗസ്റ്റ് 30 വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ ഭാഗമായി തലസ്ഥാന നഗരിയിലെ 35 വേദികളിലായി 340-ലേറെ കലാപരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. ഓഗസ്റ്റ് 30 നടക്കുന്ന വർണ്ണാഭമായ സാംസ്കാരിക ഘോഷയാത്രയോടെ ആഘോഷങ്ങൾക്ക് സമാപനമാകും. സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. തിരുവനന്തപുരത്തു നിന്നും എക്സ്പ്രസ് വാർത്ത.